ഏകദേശം ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഫുള്ളാക്കാനായിട്ട്, അതായത് ഒരു ആവറേജ് കണ്ടീഷൻ ആണ് റിപ്പയറിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.25 ചെയ്യാൻ പറ്റും. റോൾ ഗേജ് കാര്യങ്ങളൊക്കെ കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്തേക്കണം, കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്ലാസിന്റെ ബീഡിങ് ഇരുന്ന സ്ഥലം കണ്ടില്ലേ, വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ അടന്നു പോകുന്ന കണ്ടീഷനിലാണ്. കമ്പനി പുതിയ വണ്ടി ഷോറൂമിൽ എങ്ങനെ ഇറങ്ങുന്നു അങ്ങനെയാണ്. ഇഞ്ചിനെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണല്ലേ ഒരു ടാറ്റ സിയാറ ഫുൾ റീസ്റ്റോറേഷനിലാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഈ 800 ഉണ്ടോ, ഇതൊരു ഏകദേശം 1.25 ലക്ഷം രൂപ മുടക്കി പണിത ഒരു വണ്ടിയാണെന്ന് കേട്ടോ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ ബ്രോ ഇവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തത് എന്തൊക്കെയാണ്? നമ്മളെ പെയിന്റിംഗ് വർക്കിനായിരിക്കും 42,500, അതായത് ഇൻക്ലൂഡിങ് ടിങ്കറിംഗ് ആൻഡ് പെയിന്റിംഗ്. ശരി, നല്ല ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ബ്രോ അടിക്കുക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അടിക്കുക. കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേ സാധനം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഷോറൂമിൽ ചെയ്യുന്നതിനേക്കാട്ടിലും റേറ്റ് കുറച്ച്. ഇൻഷുറൻസ് ക്ലെയിമിലല്ലേ ബ്രോ ഇതൊക്കെ ചെയ്യുന്നത്? ഇൻഷുറൻസ് ക്ലെയിമിലാണ് ഈ വണ്ടിയൊക്കെ ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പെട്രോഹെഡ് മോട്ടോ ഗാരേജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാടുള്ളൊരു വർക്ക്ഷോപ്പിലാണ് എത്തിയേക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുറത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ഒരുപാട് റേറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് വണ്ടി ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് വണ്ടികൾ, അതേപോലെ കംപ്ലീറ്റ് വിൻറ്റേജ് വെഹിക്കിളിൻ്റെ റീസ്റ്റോറേഷനാണ്. ഇതാണല്ലോ, ഇതെല്ലാം ഇപ്പോൾ ഇവിടെ വർക്കിനായിട്ട് വന്നേക്കുന്ന വണ്ടികളാണ്. പാലക്കാട് തന്നെയുള്ള മറ്റു വർക്ക്ഷോപ്പിനേക്കാളും ഒരുപാട് എസ്റ്റിമേറ്റ് തരുന്നതിലാണേലും, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതിലാണേലും പ്രൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു തരും. ഇപ്പോൾ ഇത് ഈ 800 കണ്ടില്ലേ, ഇത് ആക്ച്വലി ഫുൾ റീസ്റ്റോർ ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടി ഡെലിവറി കൊടുത്തു, അതായത് വണ്ടി ഒരു 1 മന്ത് മുമ്പ് വണ്ടി ഓണറുടെ കയ്യിൽ തന്നെ വണ്ടി വർക്കെല്ലാം കഴിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഈ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ ഫുൾ പാച്ച് വർക്കും ചെയ്തിട്ടാണ് ഈ വണ്ടി ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിയുടെ ഒരു ലുക്കിൽ ആ പെയിൻറ്റ് ജോബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് പെയിൻറ്റ് ജോബും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കോണ്ടസ ഇതെല്ലാം ഇവിടെ വർക്കിന് വന്നേക്കുന്നതാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ട്, അപ്പോൾ അവരോട് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുക. എനിക്ക് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഓരോ വണ്ടികളുടെ വർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബ്രോ, ഇതാണ് നമ്മുടെ അശ്വിൻ ബ്രോ, വർക്ക്ഷോപ്പിൻ്റെ ഒരു പാർട്ട്ണറാണ്. ഇത് നമ്മുടെ അരുൺ ബ്രോ. ഇവർ രണ്ടുപേരുമാണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ബ്രോ, വർക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മളിവിടെ ചെയ്യുന്നത് ഇൻഷുറൻസ് ക്ലെയിംസ്, ആക്സിഡന്റ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറഞ്ഞ ചിലവിൽ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാനും പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി ഇവിടെ റീസ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അത് നമ്മുടെ വ്യൂവേഴ്സിനാണ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നാമത് ഇനീഷ്യലാണ്, നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ പബ്ലിസിറ്റി ആയിട്ടില്ല, പേര് അങ്ങനെ മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നതല്ലേ. കാരണം നമുക്ക് ഇപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു വാല്യുബിൾ നെയിം വരണം. ഓക്കെ, ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ പാച്ചും നമ്മുടേതായിട്ടുള്ള ലേബർ കോസ്റ്റ് പിന്നെ വെൽഡിങ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളെടുത്തിട്ട് ഒരു 65,000 അടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഫുള്ളാക്കാനായിട്ട് ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷനാണ്, എന്നാലും ഏകദേശം അതായത് ഒരു ആവറേജ് കണ്ടീഷൻ ആണ് റിപ്പയറിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.25 ചെയ്യാൻ പറ്റും. പഴയ വണ്ടികൾ റീസ്റ്റോറേഷൻ കണ്ട്, അതായത് ഒരു ആവറേജ് കണ്ടീഷൻ ആണെങ്കിൽ അത്യാവശ്യം പാച്ച് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലോർ അതേപോലെ എഞ്ചിൻ ക്യാബിനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1.25 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ കാണുന്ന വണ്ടി കണ്ടോ, ഇത് തൊടുപുഴയിൽ നിന്ന് പാലക്കാടിന് വന്നേക്കുന്ന വണ്ടിയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പെയിൻറ്റ് ജോബിനല്ലേ ബ്രോ? പെയിൻറ്റ് ജോബിന് വേണ്ടിയിട്ട് ഇത് തൊടുപുഴയിൽ നിന്ന് പാലക്കാടിലേക്ക് കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ മാക്സിമം കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇതെന്തൊക്കെയാണ് ബ്രോ ചെയ്യുന്ന വർക്ക്? സൈഡിലെ പാച്ചുകൾ, റൂഫിലെ കുറച്ച്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ റാലി ക്യാബിനൊക്കെ ചെയ്തൊരു ജിപ്സിയാണ്. റാലിക്ക് പോണ വണ്ടിയാ? ഓക്കെ, റാലിക്ക് പോകുന്ന ഇറങ്ങിയ വണ്ടിയായിരുന്നു. അന്ന് ലൈസൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? RCയിൽ വാലിഡ് ആണ്. ഓക്കെ, റാലിക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയാന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയർ ഫുള്ളി ഡൺ വിത്ത് സ്പാർക്കോ ആക്സസറീസ് കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ സ്പാർക്കോ റെപ്ലിക്കാൻ തോന്നുന്നു. പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് വീലും എല്ലാം ഇൻറ്റീരിയർ മൊത്തം സ്പാർക്കോൻ്റെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ RPM മീറ്റേഴ്സ്. ആക്ച്വലി ടയർസ് ഇതല്ല, ട്രാക്കിലോൺ ടയർ ഇതല്ല, റോട്ടിൽ ജസ്റ്റ് ഓടിച്ചുകൊണ്ടിരാണെങ്കിൽ മാത്രം. അതെ ഗൈസ്, ഈ കാണുന്ന ടയേഴ്സ് അല്ല ഈ വണ്ടിയുടെ, ഇത് ട്രാക്കിൽ ഓടുന്ന ടയറല്ല, ഇത് റോഡിൽ ജസ്റ്റ് ഓടിച്ചുകൊണ്ട് വരാനായിട്ട് ഇട്ടുകൊണ്ട് വന്ന ടയറാണ്. 1.6 ലിറ്റർ ബലാനോയുടെ എഞ്ചിനാണ്.
STN വണ്ടിയാണ് ടുക്ക് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഈ 800 ഉണ്ടോ, ഇതൊരു ഏകദേശം 1.25 ലക്ഷം രൂപ മുടക്കി പണിതൊരു വണ്ടിയാണെന്ന് കേട്ടോ പറഞ്ഞത്. 1.25 ലക്ഷം രൂപ. അപ്പോൾ അതിന് മാത്രം എന്താ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സൈഡ്, അതേപോലെ തന്നെ അണ്ടർ പാർട്സ് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും പുതിയതാക്കി. വണ്ടി പുറമേ നിന്ന് എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ സൈഡും ബാക്കിയുള്ളതും എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അലോയ് വീൽസ്, ടയർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ മാത്രം ഏകദേശം എത്ര ബ്രോ? 46,000 രൂപ. 46,000 സംതിങ്. ഓക്കെ, അതൊക്കെ കസ്റ്റമർ അവരുടെ ടേസ്റ്റിനനുസരിച്ച് അല്ലേ. അപ്പോൾ ഇത് ഈ കസ്റ്റമർ 46,000 രൂപ മുടക്കി ചെയ്തേക്കുന്ന ഇൻറ്റീരിയർ ആണ്. അതിനകത്ത് തന്നെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ പവർ വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി സ്പീക്കേഴ്സ്, റൂഫ്, ബാക്കിലെ സീറ്റ്, അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് വിത്ത് സ്പോഞ്ച് ടൈപ്പ് ഒരു ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഏകദേശം ഒരു 46,000, 46,000 രൂപയ്ക്ക് എന്താ പറയുക ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ വർക്ക് ഇപ്പോൾ ബ്രോ ഇവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തത് എന്തൊക്കെയാണ്? നമ്മൾ പെയിന്റിംഗ് വർക്കിനായിരിക്കും 42,500, അതായത് ഇൻക്ലൂഡിങ് ടിങ്കറിംഗ് ആൻഡ് പെയിന്റിംഗ്. ഡെന്റിംഗ് വർക്കും പെയിന്റിംഗ് വർക്കും കൂടെ നമുക്ക് 42,000 രൂപ വന്നിട്ടുണ്ട്. പാച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ആ റേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പെയിന്റ് അടിച്ച് ഈ ഒരു കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി ഇറക്കാനായിട്ട് ഏകദേശം ഇവിടെ 42,500 വർക്ക്ഷോപ്പിൽ അല്ലേ. പെയിന്റിങ്ങും ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ്, പെയിന്റിങ് ആൻഡ് പാച്ച് വർക്ക്. ബാക്കി എഞ്ചിൻ അഴിച്ച് പിന്നെ അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങൾ എല്ലാം സ്ട്രിപ്പ് ചെയ്ത് കംപ്ലീറ്റ് എന്താ പറയുക വണ്ടി ഷെല്ലാക്കിയതിന് ശേഷമാണ് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടാമത് പിടിപ്പിക്കുക ചെയ്തില്ലേ. പെയിന്റ് അടിച്ചതിന് ശേഷമാണ് ഡോറൊക്കെ പിടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ബീഡിങ്ങിലൊന്നും ഒരു തുള്ളി പെയിന്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോക്കിലോ എവിടെയും ഒരു പെയിന്റ് ആയിട്ടില്ല. കമ്പനിയിൽ നിന്ന് എങ്ങനെ വരുന്നോ അതുപോലെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, കാരണം പുറത്തുള്ള വണ്ടികൾ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ ഇതൊരു റെഡി ഗോ ആണ്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ ചെയ്യുന്നതിനേക്കാട്ടിലും റേറ്റ് കുറച്ച് ഇൻഷുറൻസ് ക്ലെയിമിലല്ലേ ബ്രോ ഇതൊക്കെ ചെയ്യുന്നത്? ഇൻഷുറൻസ് ക്ലെയിമിലാണ് ഈ വണ്ടിയൊക്കെ ചെയ്യുന്നത്. ഷോറൂമിൽ ചെയ്യുന്നതിനേക്കാളും പ്രൈസ് കുറച്ച് ഇവിടെ ചെയ്യാൻ പറ്റും. കമ്പനി ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ അതിനേക്കാളും റേറ്റ് കുറഞ്ഞാണ് ഇവിടെ വർക്കും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അതെ, ജസ്റ്റ് ഞാൻ ബൂത്തിൽ നല്ല ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ ബ്രോ അടിക്കുക? ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അടിക്കുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റിങ് ബൂത്തിനകത്തുള്ളത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതാ ഒരു ഡാക്സൺ റെഡിഗോൻ്റെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പമ്പറും ബോണറ്റുമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബൂത്തിൻ്റെ ഉള്ളിൽ വണ്ടി കംപ്ലീറ്റ് എല്ലാ വണ്ടികളും ബൂത്തിന് എന്ത് ചെറിയ പാട്ടാണെങ്കിലും ബൂത്തിനകത്ത് വെച്ചാൽ. ഓക്കെ, വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണല്ലേ ഒരു ടാറ്റ സിയാറ ഫുൾ റീസ്റ്റോറേഷനിലാണ്. അപ്പോൾ ബ്രോ ഈ വണ്ടി എവിടുന്ന വർക്കിന് വന്നേക്കുന്നത്? ഇത് ജിപ്സിയുടെ ആളുടെ കെയർ ഓഫിൽ വന്നൊരു വണ്ടിയാണ്. ഓക്കെ, ഇതും ഇടുക്കിയിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഇടുക്കിയിലെ അതേ കാഴ്ച ഈ വണ്ടി ഇടുക്കിയിൽ നിന്ന് പാച്ച് വർക്കിനായിട്ട് വന്നതാണ്. ടാറ്റ സിയറ കേട്ടോ. കണ്ടില്ലേ, കംപ്ലീറ്റ് ബോഡി ഇവിടെ ചെയ്യുന്ന വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോഡി കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ ബീഡിങ് ഇരുന്ന സ്ഥലം കണ്ടില്ലേ, വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ അടന്നു പോരുന്ന കണ്ടീഷനിലാണ്. ഈ വണ്ടിയൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്ത് ഫുൾ അടിപൊളിയാക്കി കൊടുക്കണത്. ഇത് ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെ എല്ലാം പാച്ച് ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കി പാച്ചുള്ളതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷമാണ് കൊടുത്തു വിടുള്ളൂ അല്ലേ ബ്രോ? എല്ലാ സൈഡും നോക്കി എല്ലാം എല്ലാം ക്ലീൻ ചെയ്തിട്ട് കമ്പനി പുതിയ വണ്ടി ഷോറൂമിൽ എങ്ങനെ ഇറങ്ങുന്നു അങ്ങനെയാണ്. ഇഞ്ചിൻ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാച്ച് ചെയ്തിട്ട് ഷോറൂം കണ്ടീഷനിലെ വെഹിക്കിൾ, അത് മീൻസ് ഒറിജിനാലിറ്റിയിൽ എങ്ങനെയാണോ അതേ രീതിക്കാണ് ആൾക്ക് വണ്ടി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, വണ്ടിയുടെ എഞ്ചിൻ റൂമിനകത്ത് എഞ്ചിനോ ബാക്കി സംഭവം ലാഡർ ഫ്രെയിമാണ്. അപ്പോൾ അടിയിൽ നിന്ന് ഫ്രെയിം അങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാച്ച് ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക എഞ്ചിനും കാര്യങ്ങളെല്ലാം ഇറക്കിയത് അല്ലേ ബ്രോ? ഇവിടെ ചെയ്യാനുള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ നമ്മൾ മൊത്തത്തിൽ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഡോറ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പെയിന്റ് ചെയ്തതിന് ശേഷം അല്ലേ പിടിപ്പിക്കുള്ളൂ. അതായത് ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അഴിച്ചെടുക്കും, വീണ്ടും അഴിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ പെയിന്റിങ് ചെയ്ത് അങ്ങനെ അതിനുശേഷം പിന്നെയാണ് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എല്ലാ ബീഡിങ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് പുതിയതിട്ടു അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ കേട്ടോ. ഇതല്ല, ഈ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ലെവലിൽ തന്നെയാണ് ആ 800 ചെയ്തതില്ലേ ബ്രോ? കംപ്ലീറ്റ് സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സാധനം ഇനി ഇതിനകത്ത് അഴിക്കാനുള്ളതില്ല. എല്ലാ സാധനങ്ങളും അഴിച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് ഫസ്റ്റ് തൊട്ട് ബാക്കിയുള്ള വർക്ക്, അതായത് പാച്ച് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പെയിൻറ്റിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വയറിങ്, അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ആണ് വണ്ടി ഇവിടുന്ന് പോവുള്ളൂ. അതെ ഗൈസ്, ഈ വണ്ടി കണ്ടില്ലേ, ഇത് പൊള്ളാച്ചിന്ന് വർക്കിന് വന്നേക്കുന്ന വണ്ടിയാണ്, താറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ചെറിയ പാച്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര ഒരു ചെറിയ പാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കും പെയിൻറ്റ് ടച്ചപ്പും അങ്ങനെയൊക്കെ അല്ലേ? അതോ ഫുൾ പെയിൻ്റ് ആണോ? ഫുൾ പെയിൻ്റ് ഇല്ല, ഈ രണ്ട് വർക്കിന് വേണ്ടി വന്നു. ഈ രണ്ട് വർക്കിന് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇതിന് ആളുടെ ഫുൾ പോളിഷിങ് അങ്ങനെയുള്ളവർ. ഇതിന് ഇയാൾക്ക് വേറെ വല്ല വണ്ടി ഇവിടെ ചെയ്യുന്നുണ്ടോ വർക്ക്? ഇല്ല, മൂപ്പർക്ക് ഒരു 8 വണ്ടികളുണ്ട്. 8 വണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ ഇവിടുന്ന് പോയ ഒരാൾ റെഫർ ചെയ്തിട്ട് അങ്ങനെ വന്നേക്കണല്ലേ? ഓക്കെ. അപ്പോൾ ആൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് പോയൊരു വണ്ടി കണ്ടിട്ട് ഈ വർക്കിന് വേണ്ടി ഇവിടെ വിട്ടേക്കുക കേട്ടോ. അവിടെ ചെയ്യാണ്ട്, അതായത് കോയമ്പത്തൂരോ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലോ ഒന്നും ചെയ്യാണ്ട് വർക്കിന് വേണ്ടി ഇവിടെ വിട്ടേക്കുക. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടി വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ അരുൺ ബ്രോ ആയിട്ടും പിന്നെ അതുപോലെ അശ്വിൻ ബ്രോ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടുണ്ട്. പിന്നെ അതുപോലെ വീഡിയോയിൽ ഞാൻ ആ നമ്പർ കൊടുക്കുന്നുണ്ട്. വർക്കും കാര്യങ്ങളും ഫുൾ പക്കയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് അശ്വിൻ ബ്രോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് 1-2 പേര് ഇവിടുന്ന് വണ്ടി പെയിൻ്റ് അടിച്ച് പോയിരുന്നു. അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസം മുമ്പ് പെയിൻ്റ് അടിച്ച് പോയ വണ്ടിക്ക് പോലും സാധാരണ പുറത്തുനിന്ന് പെയിൻ്റ് അടിക്കുമ്പോൾ കാണാറുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫോൾട്ടുകൾ പോലും അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഓരോന്ന് ഇൻറ്റീരിയർ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ സ്ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ പാച്ച് വർക്കും നമ്മൾ ഇവിടെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടികൾ കോണ്ടസ, എസ്റ്റേറ്റ്, സിയറ ഇതൊക്കെ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് വിൻറ്റേജ് വണ്ടികൾ, പഴയ ടൈപ്പ് വണ്ടികൾ, ടാറ്റ സുമോ പിന്നെ അതുപോലെ അംബാസഡർ ഇതൊക്കെ ചെയ്യണ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അതാണ്ട് പെർഫെക്റ്റ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.